ഹായ്, സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോയ യാത്രയുടെ വീഡിയോയുടെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡ് വരുന്നത്. അതുകൊണ്ട് അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും നല്ലത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ആക്ച്വലി മലേഷ്യയിലാണ്. മലേഷ്യയിൽ കോലാലംപൂരിൽ ബുക്കിറ്റ് ബിഗ്ടാങ്ങിൽ ബുക്കിറ്റ് സീലോൺ എന്ന് പറയുന്ന ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഫൈസലിൻ്റെ ഹോട്ടൽ ഇതാ അതിൻ്റെ അപ്പുറത്തുണ്ട്. ആ റോഡിൻ്റെ അപ്പുറത്താണ്. ഇവിടെ എത്തിയിട്ട് 2-3 സ്ഥലങ്ങളിലൊക്കെ കറങ്ങി. അതൊക്കെ യൂഷ്വലായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അതായത് ബാത്തു കേവ്സ്, പിന്നെ അതുപോലെ ഗൻഡിങ് ഹൈലാൻഡ്, സൺവേ ലഗൂൺ എന്ന് പറഞ്ഞൊരു വലിയൊരു അമ്യൂസ്മെൻറ്റ് കം വാട്ടർ തീം പാർക്ക്, അതിൻ്റെ സൂ ഒക്കെ വരുന്ന സംഭവം അതെല്ലാം കണ്ടു. അതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഉദ്ദേശം വെച്ചിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ മലേഷ്യയിലെ പ്രവാസി മലയാളി അസോസിയേഷനിലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മുജീബ്ക്ക, ഒരു ബാദുഷാക്ക, അങ്ങനെയൊക്കെ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരെന്നെ കുറച്ച് ഉള്ളിലേക്കൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കി നോക്കാം എന്താണ് മലേഷ്യയിൽ നമുക്ക് പ്രത്യേകിച്ച് എന്താ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുള്ള ടൂറിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ അഷ്റഫ് എക്സ്. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്, നെടുമ്പാശ്ശേരിയിൽ. ഒരുപാട് പ്രാവശ്യം ഇവിടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കൊണ്ടുവിടാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരു വളരെ സന്തോഷമുള്ളൊരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ കൂടെ വിമാനയാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. രാവിലെ മുതൽ നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോ ഒക്കെ കണ്ടു. നമ്മൾ വെള്ളത്തിൽ കൂടിയുള്ള ബോട്ട് യാത്ര നടത്തി. അതുപോലെ കുറച്ച് ഉയരത്തിലുള്ള റെയിലിൻ്റെ മുകളിൽ കൂടി നമ്മൾ മെട്രോ യാത്ര നടത്തി. റോഡിൽ കൂടി നമ്മൾ ബസ് യാത്ര നടത്തി. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിമാനയാത്രയാണ്, വായുവിൽ കൂടെയുള്ള. അതാണ് ആ ഒരു വാക്കിൽ നിന്നാണ്, വായു ഗതാഗതം എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഒരു യാത്ര ഉണ്ടായത് തന്നെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു. നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ID കാർഡ് പരിശോധിച്ചിട്ട് അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കയറി. കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലാണ്. കുട്ടികൾ മാത്രമല്ല, വേറെ നമ്മുടെ ഗ്രൂപ്പിലുള്ള രക്ഷിതാക്കളിലും അതുപോലെ അധ്യാപകരിലും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ്. ഏതായാലും കുട്ടികൾ വരട്ടെ, എന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. എയർപോർട്ടിലുള്ള STD ബൂത്ത് കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി നോക്കി. അവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട്. ഈ സംഭവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകളുണ്ട് കേട്ടോ. അതായത് ഒരുപാട് വർഷങ്ങളോളം ഞങ്ങൾ ജീവിച്ചത് ഈ ഒരു ബിസിനസ് കൊണ്ടാണ്. എൻ്റെ ഉപ്പാക്ക് ഒരു STD ബൂത്തായിരുന്നു നാട്ടിൽ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സംഭവമൊക്കെ എടുത്തു പോയല്ലോ. ഇപ്പോൾ എയർപോർട്ടിലാണ് ഇത് കാണാൻ വരുന്നത്, STD ISD. അവിടെ ചെന്നപ്പോൾ ആ മെഷീനൊക്കെ, പണ്ടത്തെ അതേ മെഷീനൊക്കെ, ഞാൻ ഒരുപാട് ഓപ്പറേറ്റ് ചെയ്തുള്ള സാധനമാണത്. ആ മെഷീനൊക്കെ ഉണ്ട്. അത് ഈ എയർപോർട്ടിന് വേണ്ടിയിട്ട് വീടും സ്ഥലമൊക്കെ പോയപ്പോൾ ആ വീട്ടുകാർക്ക് അനുവദിച്ചതാണ് എയർപോർട്ടിനകത്ത് STD ബൂത്ത് ഇടാനുള്ള ഒരു പെർമിഷൻ. അപ്പോൾ അവിടെയുള്ള ചേച്ചി അവിടെ സ്റ്റാഫാണ്. ബിസിനസ് ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്നു. എപ്പോഴെങ്കിലും ഒരു സിം ഇല്ലാതെ വന്നിറങ്ങുന്ന ആൾക്ക് ഒരു ഫോൺ ചെയ്യാനുള്ള സൗകര്യം അത്രേ ഉള്ളൂ. നസീം അവിടെ എന്തെങ്കിലും ആക്ഷൻ വേണം. പൊക്കി പിടിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങിച്ചു. ഇനി സെക്യൂരിറ്റി ചെക്കിന് പോവാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. കുറേ പേർക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. പൊക്കി പിടിക്ക്. പേടിയുണ്ടോ? തീരല്ല. ഉറപ്പാ? നീ സൗണ്ട് കേൾക്കാൻ പാടില്ല.
ബോർഡിംഗ് പാസ് ഒക്കെ എല്ലാവർക്കും കിട്ടി. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോവാണ്. ഇപ്പോഴാണ് കുറേ ആൾക്കാരുടെ പേടിയൊക്കെ പുറത്തേക്ക് തന്നെ. പേടിയുണ്ടോ? പേടിയുണ്ടോ ചെറുതായിട്ട്? സംഗതി നമ്മൾ ഡൊമസ്റ്റിക് ട്രാവലേഴ്സ് ആണെങ്കിലും നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനലിൽ നിന്നാണ് ഫ്ലൈറ്റ്. നമ്മൾ ആദ്യം പോയത് ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ്, അതുകൊണ്ട് ഇതിനകത്തല്ല കേട്ടോ. ശരി, ഇങ്ങനെ എടുക്കാം. ഓക്കെ. ഇൻ്റർനാഷണൽ ടെർമിനലാണ്, ടെർമിനൽ 3-ലാണെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ കുട്ടിക്ക് ഈ ഇൻ്റർനാഷണൽ ടെർമിനൽ ഏറ്റവും പുതിയ ടെർമിനൽ ഒന്ന് കാണാനായി. അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി. എല്ലാവരും ഗേറ്റ് നമ്പർ 3-ൽ വെയിറ്റ് ചെയ്യാണ്. ഇനി ബോർഡിങ്ങിന് ഒരു 20 മിനിറ്റ് കൂടി ഉണ്ട്, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ബോർഡിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻ സബ് കളക്ടറായിരുന്ന ഇപ്പോൾ IT മിഷനിലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു മാഡം, പിന്നെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനും ഒക്കെ വന്നിട്ട് നമ്മുടെ ഈ ഉദ്യമത്തെക്കുറിച്ചിട്ട് ചോദിക്കുകയും അതിനെക്കുറിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയും, സന്തോഷം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ 9:30 ബോർഡിംഗ് ആരംഭിച്ചു. എല്ലാവരും ഗേറ്റ് നമ്പർ 3-ലേക്ക് നടന്നു. ബൈ. ശരിക്കും ഈ ടെർമിനലിൽ നിന്ന് ബസ്സിൽ പോയിട്ട് വിമാനത്തിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് ആ റാമ്പിലൂടെ നടന്ന് വിമാനത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികൾക്ക്. പക്ഷേ ഇത് എയറോ ബ്രിഡ്ജിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലൈറ്റിനകത്തേക്ക് എത്തും. ശരിക്കും വിമാനം അവർക്ക് നേരിട്ട് അടുത്തൊന്നും കാണാനുള്ളൊരു അവസരം കിട്ടില്ല. ഇതും കൂടി കൂട്ടി ആദ്യമായിട്ടാ ടീച്ചർ കൂട്ടി ആദ്യമായിട്ടല്ലേ? അങ്ങനെ ഒരുപാട് നാളത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ 28 കുട്ടികളും കുറച്ച് രക്ഷിതാക്കളും കുറച്ച് അധ്യാപകരും PTA ഒരു പ്രതിനിധിയും ഞാനും അടക്കമുള്ള സംഘം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ യാത്ര ചെയ്തു. ഫ്ലൈറ്റിനകത്ത് ഷൂട്ട് ചെയ്യാൻ ഞാൻ പ്രത്യേകം പെർമിഷൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് ഷൂട്ട് ചെയ്തോളൂ എന്നാണ്. പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് അഴിക്കാനുള്ള സിഗ്നൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ലാൻഡിങ്ങിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അതുകൊണ്ട് സമയമില്ല. കാരണം നമുക്ക് ടോട്ടൽ ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് മാത്രം ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ 10:30 നമ്മൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. ഇപ്പൊ ഒരു ചിരിയൊക്കെ ഉണ്ട് ടീച്ചറെ മുഖത്ത്. ആ പേടിയൊക്കെ മാറി. ഇപ്പൊ ആർക്കും പേടിയില്ല. ഞാൻ എല്ലാവരോടും പേടിയുണ്ടോ ചോദിക്കുന്നത് എന്താണെന്നറിയോ? സത്യത്തിൽ എനിക്ക് പേടിയാണ് ഫ്ലൈറ്റിൽ പോകാൻ. പേടിയുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതിനല്ലേ നമ്മൾ ശരിക്കും ധൈര്യം എന്ന് പറയേണ്ടത്. എത്രയൊക്കെ യാത്ര ചെയ്താലും ഈ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഒരു ചെറിയ സമാധാനക്കേട് എനിക്കിപ്പോഴും ഉണ്ട്. സൂപ്പർ. പക്ഷേ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് It was very good. I think ഇതൊക്കെ ഞാൻ വീഡിയോ ഇടും. പറയ് എങ്ങനെയുണ്ടായിരുന്നു?
പറഞ്ഞിട്ട് പോയി എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? സൗണ്ടിൽ പറഞ്ഞു. അടിപൊളി, സൂപ്പറായിരുന്നു. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, നടക്കി. ഹായ്. അപ്പോൾ മക്കളെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിമാനയാത്ര? കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് നല്ലൊരു ആഗ്രഹമായിരുന്നു. ഇത് കുറേ ടീച്ചർ അനുഭവിച്ച് ഞങ്ങളെ കൊണ്ട് പോകാൻ കുറേ പ്ലാൻ ഇട്ടതായിരുന്നു. അപ്പൊ ദിവ്യ ടീച്ചർ കുറേ ഞങ്ങളെ അനുഭവം കൊണ്ട് പഠിപ്പിച്ചതും പരീക്ഷ എഴുതിപ്പിച്ചതും എൻ്റെ ദിവ്യ ടീച്ചറാണ്. ആ ദിവ്യ ടീച്ചർക്ക് എല്ലാ സ്വാഗതം എൻ്റെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ടീച്ചർക്ക് എല്ലാ സ്വാഗതം നേടട്ടെ എന്ന് എൻ്റെ അൻവർ മാഷും എൻ്റെ കെമിസ്ട്രിൻ്റെ സാറും എൻ്റെ പിന്നെ സോഹനയും എൻ്റെ അൻഷിതയും എൻ്റെ ഷംലയും എന്താ ഇത് അൻഷിത, അത് ഷംന, അത് സോന, അത് ഷംല ഒക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ്. അപ്പൊ എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കുക. എൻ്റെ ടീച്ചർ പഠിക്കും ചെയ്യുന്നുണ്ട്. എന്റെ ഹെഡ് മാഷോട് ഞാൻ നന്ദി കൂടുതലും പറയുന്നു. ഹെഡ് മാഷ് പേരെന്താ? ഹെഡ് മാഷെ വിളിക്ക്. ഇങ്ങോട്ട് വിളിക്ക്. മാഷ് പറയാം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എൻ്റെ ജീവിതത്തിൽ 2015 നമ്മൾ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ദിനമായിരുന്നു. പക്ഷേ ഇന്ന് അതിലുപരി നമ്മുടെ കൂടുതൽ കുട്ടികളുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടക്കാനാവാത്ത സന്തോഷകരമായ ദിനം കൂടിയാണ്. അങ്ങനെ എല്ലാവരും എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. പുറത്ത് ഗസാലി ട്രിപ്സ് ആൻഡ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മിസ്റ്റർ ഗസാലി നസീർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല, ടെലിഫോണിലൂടെ മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഒരു ലൈവ് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, എപ്പോഴെത്തി? ഓട്ടത്തിലാണോ? ഓക്കെ, ഫ്രണ്ടാണോ? പേര് അഫീസ്. ഇവിടെ തന്നെയാണോ? ട്രിവാൻഡ്രത്താണ്. മലപ്പുറമാണ്. ഇവിടെ നസീർ ഭായിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അധ്യാപക ഭവനിലാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരത്തെ എണീറ്റ് ആദ്യം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോയി. അവിടെ നിന്ന് ഇറങ്ങി നേരെ നിയമസഭാ മന്ദിരത്തിന് അങ്ങോട്ട് പോയി. ഇത് നമ്മുടെ പ്ലാനിലില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ അകത്തേക്കൊന്നും കയറാൻ പറ്റിയില്ല. നമ്മൾ ആ ഗേറ്റിൻ്റെ പുറത്തു നിന്നൊന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം നേരെ മ്യൂസിയത്തിലേക്ക് വിട്ടു. ഫുഡ് സാർ കഴിച്ചാറേ
ഭക്ഷണം എപ്പോഴാണ് അവിടെ? 1 മണിക്ക്? 38 കിലോമീറ്റർ പോകണമെന്നേ ഉള്ളൂ. 3 പേര്. കണ്ടാ അതിനുള്ള പച്ചത്തും ആ കരിങ്കുരങ്ങ് വാ. അവിടെ ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ കുറേ അണ്ണാനെ കണ്ടു. നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി ആ മരത്തിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് ഈ അണ്ണാനെ ഇങ്ങനെ വിളിച്ച് വരുത്തി അവരിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നു. എനിക്കത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവന് അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മിഠായിയോ അങ്ങനെ എന്തോ കൊടുത്തു. അത് വാങ്ങിയിട്ട് പോയി. സൂപ്പറായോ? അവിടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ രതീഷ് കാളിയാടൻ, സമഗ്ര ശിക്ഷ കേരളയിലെ ഓഫീസർമാരായ സിന്ധു റിജുലാൽ എന്നിവരും ഹിന്ദു പത്രത്തിൻ്റെ പ്രതിനിധി റോഷ്നി മാഡവും നമ്മുടെ യാത്രയുടെ വിവരങ്ങൾ അറിയാൻ എത്തിയിരുന്നു. അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഹിന്ദു പത്രത്തിന് വേണ്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് പ്ലാനറ്റോറിയത്തിലെത്തണം. നമ്മൾ ബുക്ക് ചെയ്ത ഷോയുടെ സമയം ആവാറായി. പിന്നീട് നേരെ പോയത് പ്ലാനറ്റോറിയം സന്ദർശിക്കാനാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു സുഹൃത്ത് രാജ് ശങ്കർ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഷോ തുടങ്ങാൻ സമയമായതുകൊണ്ട് ഷോ കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പ്ലാനറ്റോറിയത്തിനകത്തേക്ക് കയറി. പ്ലാനറ്റോറിയത്തിനകത്ത് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അരമണിക്കൂറിൽ ഷോ കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ രാജ് ശങ്കർ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്ലാനറ്റോറിയം കഴിഞ്ഞിറങ്ങിയപ്പോൾ
നമ്മുടെ ഒരു സുഹൃത്ത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രാജ് ശങ്കർ. അദ്ദേഹം നമ്മൾ കാണാൻ വന്നതെന്ന് മാത്രമല്ല ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറെ സീറ്റ്സ് ഒക്കെ തന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. മാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ കുട്ടികൾക്ക്. കുറെ മിഠായി ഉണ്ട്. അതുകൂടാതെ എനിക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇപ്പൊ ഓപ്പൺ ചെയ്യേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യാം. സർപ്രൈസ്, അതിപ്പോ പൊടിക്കണ്ട. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒരുപാട് താങ്ക്സ്. കാണാം. ബൈ. കാണാനോ? ശരി. അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് വേളി ടൂറിസം വില്ലേജിലേക്കാണ്. അവിടെ കുറച്ച് നേരം ചെലവഴിച്ചതിന് ശേഷം 4:30 കൂടി നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ കോവളത്തേക്ക് പുറപ്പെട്ടു. നമ്മുടെ കുട്ടികളിൽ ചിലരൊക്കെ ആദ്യമായാണ് ബോട്ടിൽ കയറുന്നത്. ഒരുപാട് പേർ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറിയത്. മിക്കവാറും എല്ലാവരും ആദ്യമായിട്ടാണ് വിമാനയാത്ര ചെയ്തത്. കുറേ പേർ ആദ്യമായി എസ്കലേറ്ററിലും ലിഫ്റ്റിലും കയറി. ഒരാൾ മാത്രം ഇന്ന് ഇവിടെ വെച്ച് ഈ നിമിഷമാണ് ആദ്യമായിട്ട് കടൽ കാണുന്നത്. ആദ്യ ദിവസം കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലെയും രണ്ടാം ദിനം നമ്മുടെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരത്തെയും പ്രധാന കാഴ്ചകൾ കണ്ട് അവസാനം ഇവിടെ കാലങ്ങൾക്ക് മുന്നേ സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ കോവളം ബീച്ചിലെത്തി. ഇനി ഈ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ എല്ലാവരും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. രാത്രി 10 മണിക്കുള്ള തീവണ്ടിയിൽ ഷൊർണൂർ വഴി മേലാറ്റൂരെത്തി നാളെ രാവിലെ 7 മണിയോടെ എടത്തനാട്ടുകരയിലെത്താനാണ് പ്ലാൻ. അതോടെ കര, ജല, വായു ഗതാഗത മാർഗങ്ങളിൽ പ്രധാന വാഹനങ്ങളെല്ലാം ഈ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇതവർക്ക് വെറുമൊരു വിനോദസഞ്ചാരമല്ല. ഈ 2 ദിവസം അവരുടെ കൂടെ ഓരോ നിമിഷവും ചെലവഴിച്ച സ്ഥിതിക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവരുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിൽ അവരെ സ്വാധീനിച്ചേക്കാവുന്ന ഒരുപാട് അറിവുകളിലൂടെയും അനുഭവങ്ങളിലൂടെയുമാണ് ഈ കുട്ടികൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നുപോയത്. സൂര്യൻ അസ്തമിച്ചതോടെ കോവളം വിട്ടു. ഏകദേശം 8:30 മണിയോടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഭക്ഷണം പാർസലായി എത്തിയിരുന്നു. അത് കഴിച്ചതിന് ശേഷം 10 മണിയോടെ തീവണ്ടിയിൽ കയറി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് വന്ന കുറേ കമൻസ് ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരത്തെ. ഒരുപാട് സന്തോഷമുണ്ട്.
ഒരുപാട് പേർക്ക് വീഡിയോ ഇഷ്ടമാവുന്നു. അതുപോലെ തന്നെ അവരൊക്കെ അവരുടെ സന്തോഷം മറച്ചു വെക്കാതെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു. കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയുന്നു ചില ആൾക്കാരൊക്കെ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇതെല്ലാം നേരിട്ട് കണ്ടും അനുഭവിച്ചും യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇത് വെറും കേവലം ഒരു ടൂർ ആയിരുന്നില്ല കുട്ടികൾക്ക്. അവർ പാഠപുസ്തകങ്ങളിൽ നിന്നല്ലാതെ കുറേ പാഠങ്ങൾ പഠിക്കുന്നു, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു, ക്ലാസ് മുറിയിൽ നിന്നല്ലാതെ കുറേ അറിവുകൾ നേടുന്നു. ഇത്തരം പാഠം പഠിപ്പിക്കലല്ലാതെ ഈ കുട്ടികളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന അധ്യാപകന്മാരാണ് ശരിക്കും ഈ വ്യക്തികളെ വാർത്തെടുക്കുന്നത്. ശരിക്കും ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നം അധ്യാപകന്മാരും നാട്ടുകാരും ആ സ്കൂൾ അധികൃതരും എല്ലാവരും കൂടി സഫലീകരിച്ച് കൊടുക്കുകയായിരുന്നു. ഇവിടെ ഈ ഒരു ഉദ്യമത്തിന് സാമ്പത്തികമായിട്ടും അല്ലാതെയും മനസ്സുകൊണ്ടും അധ്വാനം കൊണ്ടും കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.